ഹലോ എവരി വൺ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനോട്ടോ. എല്ലാവരും നന്നായി പഠിക്കേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ തന്നെ മലയാളം സെക്ഷനിലോട്ട് കടന്നു. മലയാളം സെക്ഷന് അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ തിയറിറ്റിക്കലി എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പ്രാക്ടിക്കൽ മാത്സും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് മാത്സൊക്കെ പഠിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് മലയാളം സെക്ഷനിലോട്ട് കിടക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒറ്റപ്പദമാക്കുക. സെൻറ്റൻസ് എല്ലാ ജനങ്ങൾക്കും ബാധകമായ, അതിൻ്റെ ആൻസർ എല്ലാവർക്കും അറിയാം, സർവ്വജനീയമായ എന്നർത്ഥം. സർവ്വജനീയം എന്ന് വെച്ചാൽ എല്ലാ ജനങ്ങൾക്കും ബാധകമായ. അപ്പോൾ ഒറ്റപ്പദമാക്കി നമ്മൾ സർവ്വജനീയം എന്നാക്കി. എല്ലാ ജനങ്ങൾക്കും ബാധകമായത് സർവ്വജനീയം. വിപരീത പദം എഴുതുക. വിവൃതം. വിവൃതത്തിൻ്റെ വിപരീത പദം സംവൃതം. വിവൃതത്തിൻ്റെ വിപരീത പദം സംവൃതം. ഭൂമിയുടെ പര്യായപദമല്ലാത്തത് ജനിത്രി. ഇപ്പോൾ ഭൂമിയുടെ പര്യായപദങ്ങൾ ഏതൊക്കെയാണ്? ധരണി, വസുധ, മേദിനി. അതെല്ലാം ഭൂമിയുടെ പര്യായപദങ്ങളാണ്. ധരണി, വസുധ, മേദിനി. അടുത്ത ക്വസ്റ്റ്യൻ, പെരും പ്ലസ് പറ ചേർത്തെഴുതിയാൽ കിട്ടുന്നത്? പെരുമ്പറ. പെരും പ്ലസ് പറ പെരുമ്പറ. അപ്പോൾ പെരും പ്ലസ് പറ ചേർത്തെഴുതിയാൽ കിട്ടുന്നത് പെരുമ്പറ. തണുപ്പുണ്ട് എന്ന് പിരിച്ചെഴുതിയാൽ തണുപ്പ് പ്ലസ് ഉണ്ട്. തണുപ്പുണ്ട് എന്നത് പിരിച്ചെഴുതിയാൽ തണുപ്പ് പ്ലസ് ഉണ്ട്. പ്രസംഗിക്കുന്നയാൾ എന്നതിനുള്ള ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. പ്രസംഗകൻ. പ്രസംഗകൻ ആണ് ശരിയായ ഉത്തരം. പ്രസംഗിക്കുന്നയാൾ പ്രസംഗകൻ. തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുത്തെഴുതുക. ഗർഭിണിയായ അവൻ്റെ ഭാര്യയെ ആശുപത്രിയിലാക്കി. ഒന്നാമത്തെ വാക്യം. രണ്ടാമത്തെ വാക്യം, 10ാം ക്ലാസ് പരീക്ഷയുടെ വിജയശതമാനം ഇത്തവണ 100ൽ 95 ആണ്. മൂന്നാമത്തെ വാക്യം, ഏകദേശം 358 പേർ യോഗത്തിൽ പങ്കെടുത്തു. നാലാമത്തെ വാക്യം, വിദ്യാർത്ഥികൾ ഓരോരുത്തരുമായി മുന്നോട്ട് വന്ന് പുസ്തകം കൈമാറണം. ഇതിൽ 4 വാക്യങ്ങളിൽ ഏതാണ് തെറ്റില്ലാത്ത വാക്യം? അപ്പോൾ ഫസ്റ്റ് നമുക്ക് വായിച്ചു നോക്കാം. ഗർഭിണിയായ അവൻ്റെ ഭാര്യയെ ആശുപത്രിയിലാക്കി. അത് നോക്കാം. 10ാം ക്ലാസ് പരീക്ഷയുടെ വിജയശതമാനം ഇത്തവണ 100ൽ 95 ആണ്. അതും നമുക്ക് നോക്കാം. ഏകദേശം 358 പേർ യോഗത്തിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ ഓരോരുത്തരുമായി മുന്നോട്ട് വന്ന് പുസ്തകം കൈമാറണം. അപ്പോൾ എനിക്ക് ശരിയായി തോന്നിയത് ഡി ആണ്, ഓപ്ഷൻ ഡി. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ശരിയാണ്. വിദ്യാർത്ഥികൾ ഓരോരുത്തരുമായി മുന്നോട്ട് വന്ന് പുസ്തകം കൈമാറണം. അപ്പോൾ ഒരു ഓപ്പണാണ്, ഒരു ഓപ്പണും ക്ലോസും ഉണ്ട് ഈ ഒരു സെൻറ്റൻസിന്. മറ്റ് സെൻറ്റൻസുകൾ നോക്കുമ്പോൾ നമ്മൾ ഗർഭിണിയായ അവൻ്റെ ഭാര്യയെ അങ്ങനെയാണ് നമ്മൾ പറയുക. അല്ല, ഒരു യഥാർത്ഥ മലയാളം പറയുമ്പം കറക്റ്റ് രീതിയിൽ ഇപ്പം എന്താണോ എന്തിനെ പറ്റിയാണോ പറയുന്നത് അത് നമ്മൾ ആദ്യം പറയാം. അപ്പം ഗർഭിണിയായ അവൻ്റെ ഭാര്യയെ ആശുപത്രിയിലാക്കി, അവൻ്റെ ഗർഭിണിയായ ഭാര്യയെ ആശുപത്രിയിലാക്കി, അത് പിന്നെയും കേൾക്കാനൊരു സുഖമുണ്ട്. ഓക്കെ. 10ാം ക്ലാസ് പരീക്ഷയുടെ വിജയശതമാനം 100ൽ 95 ആണ്. അപ്പോൾ അത് 10ാം ക്ലാസ് പരീക്ഷയുടെ വിജയശതമാനം ഇത്തവണ 100ൽ 95 ആണ്. അതിനൊക്കെ ഈ കൊടുത്തതിലൊക്കെ ഏറ്റവും നല്ല രീതിയിൽ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന വാക്യം, തെറ്റില്ലാത്ത വാക്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ ഓരോരുത്തരുമായി മുന്നോട്ട് വന്ന് പുസ്തകം കൈമാറണം എന്നുള്ളതാണ്. അത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അടുത്ത ക്വസ്റ്റ്യൻ, കൂടെ ഇരുന്ന് കഴുത്തറക്കുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കൂടെ കുറേ കാലം ഉണ്ടായിട്ട് നമ്മുടെ കൂടെ ഇരുന്ന് കഴുത്തറത്ത് ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ ലൈഫിലുണ്ടാവും. ചിലർക്കുണ്ടാവാം, ചിലർക്കുണ്ടായിരിക്കില്ല. പഠിക്കാൻ എളുപ്പത്തിന് പറയുന്നതാണ്. അങ്ങനെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഉണ്ടെങ്കിലും പ്രശ്നമില്ല. നമുക്ക് ആൻസറിലോട്ട് വരാം. അടുത്തുകൂടി ചതിക്കുക. അപ്പോൾ അടുത്തുകൂടി ചതിക്കുന്ന ചില ആൾക്കാരുണ്ടാവും, അത് അവരുടെ മാനേഴ്സാണെന്ന് കഴിഞ്ഞ് നമ്മൾ വെറുതെ വിട്ടുകളാം, അത്രയേ ഉള്ളൂ. അപ്പോൾ കൂടെ ഇരുന്ന് കഴുത്തറക്കുക എന്നുള്ളതിൻ്റെ ആ ശൈലി ഉദ്ദേശിക്കുന്നത് എന്താണ്? അടുത്തുകൂടി ചതിക്കുക. അപ്പോൾ അതൊക്കെ ഓർത്തിരുന്നോളൂ. ചിലപ്പോൾ ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് എക്സാമിന് ചോദിക്കാം. അപ്പോൾ ഇത്രയാണ് മലയാളത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇന്നത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലും മലയാളം നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് ഇംഗ്ലീഷിലോട്ട് പോകാം. അത് അടുത്ത വീഡിയോ ആക്കി ഞാനിടാം കേട്ടോ.